പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. ഹല്ലേലൂയ. ഇത് വലിയ അപകടമാണ്. പത്രോസ് അകലെയായി യേശുവിനെ അനുഗമിച്ചിരുന്നു. അപ്പൊ യേശുക്രിസ്തുവുമായിട്ട് ഒരു അകലം നിനക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ വീഴും. നിന്റെ വീഴ്ച വലുതായിരിക്കും. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരും നിന്റെ കൂടെ ഉണ്ടാവത്തുമില്ല. അകലെയായി യേശുവിനെ അനുഗമിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം അത്യാവശ്യം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, ചിലപ്പോൾ നൊവേനയ്ക്ക് കൂടുന്നു, കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അപ്പുറം യേശുക്രിസ്തുവിനെ സ്നേഹിക്കാനോ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുക്കാനോ യേശുവിനെ കുറിച്ച് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാനോ മനസ്സില്ലാത്ത ഒരു സമൂഹം. ഇതൊരു സത്യമാണ്. ഇവിടെ പത്രോസ് അകലെയായി യേശുവിനെ അനുഗമിച്ചിരുന്നു. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ പത്രോസ് അവരോടുകൂടെ ഇരുന്നു. പത്രോസ് ആ നടുമുറ്റത്ത്, കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്ത്, തണുപ്പ് സമയമാണ്, തീ കൂട്ടി തീ കായുന്നവരുടെ അടുക്കൽ പത്രോസ് ഇരുന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോടുകൂടെ ആയിരുന്നു. ഒരു സ്ത്രീ പത്രോസിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുക, ഇവനും അവരോട് കൂടെ ആയിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടിയായിരുന്നു, ഇവനും ഗലീലക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞു നോക്കി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഹല്ലേലൂയ. ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം. അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തേക്ക് പോയി മനം നൊന്ത് കരഞ്ഞു. ഹല്ലേലൂയ. പത്രോസ് ഇവിടെ യേശുവിനെ തള്ളിപ്പറയുക 3 തവണ തള്ളിപ്പറഞ്ഞു. ഇന്ന് ക്രൈസ്തവർ 3 തവണയല്ല, അനേക തവണ ജീവിതത്തിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുക, യേശുവിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ സ്നേഹത്തെ, അവൻ്റെ കരുണയെ നിഷേധിക്കുന്ന അനേകരെ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ സഭയ്ക്കെതിരെ ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്നത്, മീഡിയയിലൂടെ പ്രവർത്തിക്കുന്നത്, പോസ്റ്റുകൾ ഇടുന്നത് എല്ലാം ക്രൈസ്തവർ തന്നെയാണ്. ധാരാളം ക്രൈസ്തവർ അങ്ങനെ ക്രിസ്തുവിനെ വേദനിപ്പിക്കുക, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന വലിയ ഒരു സമൂഹം തന്നെയുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറയും. പക്ഷേ അകലങ്ങളിൽ ക്രിസ്തുനാമധാരികളായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ഓർത്തുകൊള്ളുക, അകലങ്ങളിൽ അനുഗമിക്കുന്നവർ വീണാൽ ആ വീഴ്ച വലുതായിരിക്കും. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരും കൂടെ ഉണ്ടാവത്തില്ല. പത്രോസ് വീണുപോയി. പത്രോസ് അകലെയായി യേശുവിനെ അനുഗമിച്ചു. പത്രോസ് വീണുപോയി, തള്ളിപ്പറഞ്ഞു. കൊട്ടാരമുറ്റത്തൂടെ യേശുവിനെ പടയാളികൾ കൊണ്ടുവരിക. യേശു പത്രോസിനെ തിരിഞ്ഞു നോക്കി. പത്രോസിനെ തിരിഞ്ഞു നോക്കി. യേശുവിൻ്റെ കരുണാർദ്രമായ കണ്ണുകളിലൂടെ ഒഴുകിയ സ്നേഹപ്രവാഹത്തിൻ്റെ മുൻപിൽ, കരുണയുടെ പ്രവാഹത്തിൻ്റെ മുൻപിൽ പത്രോസിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. പത്രോസ് കരയുവാൻ തുടങ്ങി. പത്രോസ് പുറത്തേക്കൂടി എന്നിട്ട് നിലവിളിച്ച് മനസ്സ് നൊന്ന് കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ, വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴൊക്കെ യേശു ഒത്തിരി വേദനിക്കുന്നുണ്ട്. ദൈവം ഒത്തിരിയേറെ വേദനിക്കുന്നു. ക്രിസ്തു ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും മനസ്സൊന്നൊന്ന് ദൈവസന്നിധിയിൽ കരയണം. നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ, രഹസ്യ പാപങ്ങൾ, അവയൊക്കെ ഓർത്ത് കരയുവാനും
പാപകരമായ ജീവിതം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനും തയ്യാറാവണം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തില് 4 മുതലുള്ള വചനങ്ങൾ. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമത്തിൻ്റെ ലംഘനമാണ്. നിയമം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ പ്രമാണങ്ങളുമാണ് നിയമങ്ങൾ. അത് ലംഘിക്കുന്നത് പാപമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ യേശുക്രിസ്തു പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവരിൽ പാപമില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ്. ഉണ്ടോ? പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഒരു വ്യക്തി പാപം ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ പിശാച് ഉണ്ട്. മനുഷ്യനെ പാപത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്നത് പിശാചാണ്. പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ്. എന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് യേശുക്രിസ്തു വന്നത്. ഒരു വ്യക്തിയുടെ ശരീരത്തില്, മനസ്സില്, ആത്മാവില്, ചിന്താമണ്ഡലത്തില്, പഞ്ചേന്ദ്രിയങ്ങളിലൊക്കെ പിശാച് പ്രവർത്തിക്കുന്നു. പിശാചിൻ്റെ സ്വാധീനമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തികൾ പാപം ചെയ്യുക. ഒരു വ്യക്തിയെ പാപത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്നത് പിശാചാണ്. നീ പാപം ചെയ്തുവെങ്കിൽ തിരിച്ചറിയുക, നിന്റെ ഉള്ളിൽ പിശാചുണ്ട്. പിശാച് നിന്റെ ശരീരത്തില്, മനസ്സില്, ആത്മാവില് കുടികൊള്ളുകയാണ്. ഈ പിശാച നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത്. പാപം ചെയ്തവൻ, അവൻ്റെ മേൽ പിശാചുണ്ടെന്നാണ് വചനം പറയുന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു പ്രത്യക്ഷനായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കരമേറ്റി പിടിച്ച് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ സ്തുതി. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് ശക്തിയോടെ കരമടിച്ച്, ഉണർവോടെ കരമടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. നമ്മൾ പൊതുവായിട്ട് പാപത്തിൻ്റെ മേഖല ഒന്ന് കേൾക്കുകയാണ്. എത്രമാത്രം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, എന്നിട്ടും ജീവിതത്തിന് ആഴമായ ഒരു പരിവർത്തനമോ മാറ്റമോ ഇല്ലാത്തവരാണ് നമ്മൾ. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. ആഴമായ ഒരു ഹൃദയത്തിൻ്റെ പരിവർത്തനവും മാറ്റവും വരാത്തൊരു സമൂഹം. വചനം കേൾക്കും കുറേ ദിവസം, പിന്നെ പഴയ വഴിക്ക് തന്നെ പോകുന്നു. ഇനി നമ്മൾ വീണ്ടും വചനത്തിലേക്ക് വരികയാണ്. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ മേഖലകളെ ഓർത്ത് നമ്മൾ അനുദപിക്കണം. അതിൽ ഗൗരവമേറിയ ചില പാപത്തിൻ്റെ മേഖലകൾ. 1-ാം പ്രമാണത്തിൻ്റെ ലംഘനം, അന്യ ദൈവ ആരാധന. അന്യ ദൈവങ്ങളെ ആരാധിക്കുക, കുമ്പിടുക, നേർച്ച കാഴ്ചകൾ കൊടുക്കുക ഒക്കെ ചെയ്യുക. അത് ചെയ്യാനായിട്ട് പാടില്ല. നിയമാവർത്തന പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്തു നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, വെളിച്ചപ്പാട്, ശുദ്ധപ്രയോഗക്കാരൻ, ഇത്തരക്കാർ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇവർ കർത്താവിന് നിന്ദരാണ്. അവിടെ വിളച്ച പ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശ്ചര്യങ്ങളെയും സേവിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുവദിച്ചിട്ടില്ല. മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, ജ്യോത്സ്യന്മാർ, പ്രാശ്ചരികർ, ഇങ്ങനെയുള്ള പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ പോകുന്ന ക്രിസ്ത്യാനികൾ ധാരാളമുണ്ട്. മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും കുട്ടിച്ചാത്തൻ സേവയുടെയൊക്കെ പിന്നാലെ പോകുന്ന ക്രൈസ്തവർ ധാരാളമുണ്ട് ഈ സമൂഹത്തിൽ. അങ്ങനെ പോകാൻ പാടില്ല. അത് 1-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്. അങ്ങനെ നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിക്കണം. ഇത് കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട ഗൗരവമേറിയ പാപമാണ്. സങ്കീർത്തനം 16:4 അന്യദേവന്മാരെ
അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കുകയില്ല, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. ഉണ്ടോ? ഞാൻ രക്തം കൊണ്ടുള്ള പാനീയബലി, അതായത് മൃഗബലികൾ അന്യദൈവങ്ങൾക്ക് അർപ്പിക്കത്തില്ല, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കത്തില്ല. അന്യ ദൈവങ്ങളുടെ നാമം പോലും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയാൻ പാടില്ലെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. അതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യെശയ്യാ 47:13 ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് മടുപ്പായി, ആകാശത്തിൽ രാശി തിരിച്ചു നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ. അവർ വൈക്കോൽ തുരുമ്പ് പോലെയാണ്. കർത്താവിന് അവർ വൈക്കോൽ തുരുമ്പ് പോലെയാണ്. ആകാശത്തിൽ രാശി തിരിച്ചു നിരീക്ഷിക്കുന്നവർ, നിന്റെ ഭാവി അമാവാസികൾ പ്രവചിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുണ്ട്. അതായത് കളം വരച്ച് എഴുതിയിട്ട് ഓരോ കാര്യങ്ങൾ പ്രവചിക്കുന്നവർ, ജ്യോത്സ്യന്മാർ, അങ്ങനെ പല ആളുകളുണ്ട്. അവരുടെ അടുക്ക പോകുവാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. വചനം പറയുന്നു, അവർ കർത്താവിന് വൈക്കോൽ തുരുമ്പ് പോലെയാണ്. ഹല്ലേലൂയ. നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പിന്തിരിയുക, അനുദപിക്കുക, കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ആ പാപം ഉപേക്ഷിക്കുക. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ 2 തിമോത്തി 3-ാം 1 മുതൽ 5 വരെ വചനങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികൾ, സ്വാർത്ഥ സ്നേഹം വലിയ ഒരു പാപമാണ്. അതായത് എൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, മറ്റൊന്നും നമുക്ക് പ്രശ്നമല്ല. അത് സ്വാർത്ഥതയാണ്. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കാര്യങ്ങളും എൻ്റെ ജോലി എൻ്റെ സമ്പത്ത് ആർക്കും കൊടുക്കാനുള്ളതല്ല. അത് പാപമാണ്, സ്വാർത്ഥത. അത് സ്വാർത്ഥതയുടെ മനസ്സ് മാറണം. വിശാലമായ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവണം. സ്വാർത്ഥ സ്നേഹം പാടില്ല. ധനമോഹം, ധനത്തോടുള്ള അമിതമായ ആർത്തി, ഏതു വിധത്തിലും ധനം സമ്പാദിക്കാനുള്ള താല്പര്യം, അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. അഹങ്കാരം, നമ്മൾ എന്തൊക്കെയോ ആണെന്നുള്ള അഹങ്കാരം പലർക്കുമുണ്ട്. അഹങ്കാരം നമ്മളെ നാശത്തിൽ എത്തിക്കുകയുള്ളൂ. 1 കൊരിന്തോസ് 4-ാം 7-ാം വചനം, എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് നിങ്ങൾക്കുള്ളത്, ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു? എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ, ദാനമല്ല എന്ന മട്ടിൽ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, എന്തിനാ നീ അഹങ്കരിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അഹങ്കാരത്തെക്കുറിച്ചുള്ള ഒരു തിരുവചനമുണ്ട്. 51-ാം അധ്യായം 50-ാം അധ്യായം 50-ാം അധ്യായത്തിൻ്റെ 31-32 കർത്താവ് അരുളിച്ചെയ്യുന്നു, അഹങ്കാരി, ഞാൻ നിനക്ക് എതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവൻ്റെ നഗരങ്ങൾക്ക് ഞാൻ തീ വയ്ക്കും, അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും. ഉണ്ടോ? അഹങ്കാരി, നീ കാൽ തട്ടി വീഴും. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും. സമ്പത്ത്, സൗന്ദര്യം, പണം, മക്കൾ, അങ്ങനെ പലതിലും മനുഷ്യന് അഹങ്കാരമുണ്ട്. നിന്റെ അഹങ്കാരം, നീ കാൽ തട്ടി വീഴും, നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവത്തില്ല എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് അഹങ്കാരത്തിൽ നിന്ന്
ഓടി അകലുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16:18, സുഭാഷിതങ്ങൾ 16:18. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപ്പതനത്തിൻ്റെയും. അഹങ്കാരികളോട് ചേർന്ന് കൊള്ള മുതൽ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുന്നതാണ്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. അഹങ്കാരം അവൻ തട്ടിവീഴും. അഹങ്കാരം എല്ലാ മേഖലയിലും അവൻ നാശത്തിലേക്ക് നയിക്കും. ഉണ്ട് ഹൃദയത്തിൽ ഒന്ന് എളിമപ്പെടുവാൻ, ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് എളിമപ്പെടാനൊക്കെ നമ്മൾ മനസ്സ് കാണിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.